അപ്പോൾ ഇവിടെ ഈ വിഷയം ഓരോ മലയാളിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ്. KSRTC ബസ്സുകളിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്. ഹായ് ഫ്രണ്ട്സ്, TJS വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ഇന്ന് സ്കൂൾ ബസ്സുകളിൽ മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെയും ഈ പൊതുസമൂഹത്തിൻ്റെയും അറിവിലേക്കായിട്ടാണ് വളരെ ആശങ്കാജനകവും ഭയജനകവുമായിട്ടുള്ള ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ഇത് കാണുന്ന ആൾക്കാർ കൂടി തയ്യാറാകുക എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് കാലാവധി നീട്ടിക്കൊടുത്തത് സംബന്ധിച്ചും നമ്മുടെ KSRTC ബസ്സുകളുടെ പ്രായപരിധി അത് നീട്ടിക്കൊടുത്തതും സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. 18/12/2024 ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസ് തലവന്മാർക്ക് അയച്ചിട്ടുള്ള ഒരു ഉത്തരവാണിത്. അതായത് നിലവിൽ ഫിറ്റ്നസ് തീർന്നിട്ടുള്ളതും, ശ്രദ്ധിക്കുക, നിലവിൽ ഫിറ്റ്നസ് തീർന്നിട്ടുള്ളതും, അതായത് ഇനി എത്ര വർഷം വരെ ഫിറ്റ്നസ് എടുക്കാതെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിടക്കുന്ന ഒരു ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് ആണെങ്കിലും എന്നുള്ളൊരു കാര്യം ഓർക്കുക. നിലവിൽ ഫിറ്റ്നസ് തീർന്നിട്ടുള്ളതും വരും മാസങ്ങളിൽ ഫിറ്റ്നസ് അവസാനിക്കുന്നതുമായ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വാഹനങ്ങളുടെ ഫിറ്റ്നസ് കാലാവധി ഏപ്രിൽ 2025 വരെ നീട്ടി നൽകിയിരിക്കുന്നു. ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താനായിട്ട് നിർദ്ദേശിക്കുന്നു. ഇപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ഉത്തരവ് സാധൂകരിക്കുന്നതിലേക്കായിട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഒരേ അധ്യയന വർഷം തന്നെ ഒന്നിലധികം പ്രാവശ്യം ഈ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തേണ്ടി വരുന്നതിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അത് പരിഗണിച്ചുകൊണ്ട് അധ്യയന വർഷം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി കിട്ടുന്നതിലേക്കായിട്ട് ഈ സ്കൂൾ ബസ് ഉടമകളുടെ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ ഒരു അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നൽകിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്രകാരം ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ നടപടിക്രമങ്ങളെല്ലാം വളരെ സുതാര്യമായ രീതിയിൽ ഇങ്ങനെ ഇപ്രകാരമുള്ള ഈ നടപടിക്രമങ്ങളെല്ലാം കാണുമ്പോൾ സാധാരണ ജനം ചിന്തിക്കുന്നുണ്ടാവും, ഇതിലെന്താണ് തെറ്റ്? നമ്മുടെ രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും അല്ലെങ്കിലും ഉത്തരവുകളും അത് പുറപ്പെടുവിക്കുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് വിരുദ്ധമായി പുറപ്പെടുവിക്കുന്ന ഏതൊരു ഉത്തരവും അത് ആരിറക്കിയാലും, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പോലും ആ ഉത്തരവുകൾക്കൊന്നും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ നിലനിൽപ്പില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ രാജ്യത്തെ ഓരോരുത്തരുടെയും ജീവൻ്റെയും സ്വത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയിട്ടുള്ള ഈ ഉത്തരവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ പന്താടുന്ന തരത്തിലുള്ള വിചിത്രമായ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾക്ക് യോജിക്കാത്ത രീതിയിൽ, അനുവദിക്കപ്പെടാത്ത രീതിയിൽ നൽകിയിട്ടുള്ള ഒരു ഉത്തരവാണെന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത്. കേരളത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് അപകട പരമ്പരയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ 3-4 ആഴ്ചകൾക്കുള്ളിൽ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള 4 അപകടങ്ങളിൽ മാത്രമായിട്ട് 19ഓളം ആളുകളുടെ ജീവൻ ഈ ബലി കൊടുക്കപ്പെടേണ്ടി വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവനുസരിച്ച് 15 വർഷത്തിലേറെ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ നിരത്തിലിറക്കി ഓടിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ KSRTCയുടേതായിട്ടുള്ള 1117 ബസ്സുകളും 153 മറ്റു വാഹനങ്ങളും ഈ 1170 വാഹനങ്ങളുടെ പ്രായപരിധി 30/9/2026 വരെ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാണിത്. ഇവിടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും, പ്രത്യേകിച്ചും ഈ വാഹനങ്ങളുടെ എല്ലാം പ്രായം അത് കൂട്ടി നൽകുക എന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ആ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ചിട്ടുള്ള കാര്യവും. മോട്ടോർ വാഹന നിയമങ്ങളും കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളും നിർമ്മിക്കുന്നതും അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ്സ്, ഭേദഗതികൾ വരുത്താനുമായിട്ടുള്ള അധികാരം നമ്മുടെ പാർലമെൻറ്റിന് മാത്രമാണ്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവിന് ആ തരത്തിലുള്ള ഒരു അധികാരം വിനിയോഗിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. അതേസമയം ഈ കേരള മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് എന്ന് പറയുന്ന കേരള മോട്ടോർ വാഹന ചട്ടങ്ങൾ അത് രൂപീകരിക്കാനും അതിലേതെങ്കിലും ഭേദഗതിയൊക്കെ വരുത്താനായിട്ട് അത് കേരള നിയമസഭയിൽ അത് അവതരിപ്പിച്ച് അതിൻ്റെ അംഗീകാരം നേടിയതിന് ശേഷം മാത്രമാണ്, പിന്നീട് അത് ഗവർണർ അനുമതി നൽകുമ്പോൾ മാത്രമാണ് അത് ഒരു നിയമമായിട്ട്, അതൊരു ചട്ടമായിട്ട് മാറുന്നത് എന്നുള്ളൊരു കാര്യം ആരും വിസ്മരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറോ ബഹുമാനപ്പെട്ട മന്ത്രിയോ ഇപ്രകാരമുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ
അതിന് എത്രമാത്രം നിയമസാധുതയുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കാണും. ഇവിടെ നമ്മുടെ ഈ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണപ്പെട്ട കളർകോട് ദുരന്തം, അതിൻ്റെ ഓർമ്മകൾ ഇന്നും നമ്മളുടെ മനസ്സിൽ അലയടിക്കുന്നുണ്ട്. ഈ കളർകോട് ദുരന്തത്തിൽ ഉൾപ്പെട്ട വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ വാഹനാപകടത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ നൽകാനായിട്ട് ആ വാഹനത്തിൻ്റെ ആ ഇൻഷുറൻസിൻ്റെ തന്നെ പ്രത്യേകത കൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധ്യത ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു കാര്യമാണ് അതിൽ സൂചിപ്പിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ ഈ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ KSRTC ബസ്സുകളുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ഒരു വാഹനാപകടം ഉണ്ടായാൽ പരിഗണിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ വാഹനത്തിന് ഏത് തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് ഉണ്ടായിരുന്നത്, ഇൻഷുറൻസ് തന്നെ ഉണ്ടായിരുന്നുവോ, ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പിന്നെ നഷ്ടപരിഹാരത്തിന് പോകുന്ന കാര്യം തന്നെ ഉദിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇൻഷുറൻസ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വാഹനം നിരത്തിലിറക്കി ഓടിക്കാൻ അനുയോജ്യമായ വിധം. ഇവിടെ ശ്രദ്ധിക്കുക, അതൊരു ട്രാൻസ്പോർട്ട് വാഹനമാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, അതൊരു പ്രൈവറ്റ് വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് റോഡ് വെർത്തിനെസ് ആണ് അതിൽ നിന്ന് പരിശോധിക്കപ്പെടുന്നത്. ഇപ്പോൾ ഓരോ വാഹനവും, ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനമാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം 56 ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പറയുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വാഹനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് അത് നൽകാനോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി നീട്ടി നൽകാനോ ഉള്ള അധികാരം അത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ് എന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ടെന്നുള്ളത് ഇന്നിപ്പോൾ സാധാരണ ഒരു അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരാൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ അധികൃതരുടെ വാഹനത്തിന് അതിൻ്റെ ഫിറ്റ്നസ് തീരുന്ന ഒരു സമയം അത് അധ്യയന വർഷത്തിനിടയിലാണെന്നുണ്ടെങ്കിൽ അത് നടത്തണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഈ വാഹനം സർവീസ് നടത്താൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവന് വില പറഞ്ഞുകൊണ്ടായിരിക്കരുത് അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ സ്കൂൾ അധികൃതർക്ക് ആ ഒരാഴ്ചത്തേക്ക് മറ്റൊരു കോൺട്രാക്ട് കാരിയേജ് അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു ബസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ പന്താടിക്കൊണ്ട് ഇതുപോലുള്ള നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരായിരിക്കും ഇതിന് ഉത്തരവാദി? ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്ര വലുതായിരിക്കും? ഇപ്പോൾ ഒരു സ്കൂൾ ബസ്സിലെല്ലാം സഞ്ചരിക്കുന്നത് 40ഉം 50ഉം വിദ്യാർത്ഥികളാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ് അതിൽ സഞ്ചരിക്കുന്നത്. ഒരു വാഹനാപകടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അപകടമാണ് ഉണ്ടാകുന്നതെന്ന് ആർക്കെങ്കിലും പ്രവചിക്കാനായിട്ട് സാധിക്കുമോ? ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ സ്കൂൾ ബസ്സുകളിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്കൂൾ ബസ്സുകൾക്ക് നിലവിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് ഉള്ള സമയത്ത് പോലും അധ്യയന വർഷത്തിന് മുമ്പായിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വാഹനങ്ങൾ സ്പെഷ്യലായിട്ട് പരിശോധിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അതുകൂടാതെ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് സാധാരണ ലൈസൻസ് അല്ലാതെ 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഹെവി ലൈസൻസ് ഉള്ള ആളുകൾ വേണമെന്നുള്ള നിഷ്കർഷയെല്ലാമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അധിക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഒരു സ്കൂൾ ബസ്സിൻ്റെ കാര്യത്തിലാണ് അതിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സംബന്ധിച്ച് ഇതുപോലുള്ള ഈ എക്സ്റ്റൻഷൻ ഓഫ് വാലിഡിറ്റി നൽകുമ്പോൾ അത് എത്രമാത്രം ഭീതിജനകമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനു പുറമെ ഈ ഉത്തരവിൽ പറയുന്നുണ്ടല്ലോ, നിലവിൽ ഫിറ്റ്നസ് തീർന്നിട്ടുള്ളതും. അപ്പോൾ വർഷങ്ങളായിട്ട് ഫിറ്റ്നസ് പുതുക്കാതെ കിടക്കുന്ന ഒരു വാഹനം, ആ വാഹനത്തിന് അത് ഫിറ്റ്നസ്സിനായിട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ ആ ഫിറ്റ്നസ്സിന് എത്ര നാൾ ലേറ്റായി അല്ലെങ്കിൽ ഫിറ്റ്നസ് തീർന്നതിന് ശേഷം ഫിറ്റ്നസ്സിന് വരുമ്പോൾ ഉള്ള ഒരു ലേറ്റ് ഫീ സംവിധാനമുണ്ട്. ആ ലേറ്റ് ഫീ അത് സർക്കാരിന് ലഭിക്കുന്ന ഒരു വരുമാനമാണ്. അപ്പോൾ ഈ സ്കൂൾ അധികൃതർ അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് ഇതിന് സ്വാഭാവികമായിട്ടും സർക്കാർ തന്നെ ഇതിൻ്റെ വാലിഡിറ്റി നീട്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി ഈ ലേറ്റ് ഫീ ഒന്നും അടയ്ക്കേണ്ടി വരില്ല എന്നായിരിക്കും അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ സർക്കാർ എന്തിന് ഇങ്ങനെ ഒരു റവന്യൂ ലോസ്, ഇപ്പോൾ ഇത്രമാത്രം സാമ്പത്തിക ഞെരുക്കത്തിലിരിക്കുന്ന ഒരു സർക്കാർ എന്തിന് ഇങ്ങനെ ഒരു റവന്യൂ ലോസിന് വേണ്ടിയിട്ട് ഇപ്രകാരം ഒരു ഉത്തരവ് ഇറക്കാനായിട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അനുമതി നൽകുന്നു? അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമുണ്ടായാൽ, ഒരു ദുരന്തമുണ്ടായാൽ, ജീവഹാനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഈ ദുരന്തങ്ങൾക്കുള്ള ആ നഷ്ടപരിഹാരം ആര് നൽകും? ഇപ്പോൾ ഇവിടെ ഈ വിഷയം ഓരോ മലയാളിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ്. KSRTC ബസ്സുകളിൽ സഞ്ചരിക്കുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നമാണ്. അപ്പം അത് തിരിച്ചറിയണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മഹാദുരന്തം ഉണ്ടായിട്ട് മുതലക്കണ്ണീർ ഒഴുക്കിയിട്ട് തൊടുന്യായങ്ങൾ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കിയിട്ടുള്ള ഈ ഉത്തരവ്, അതിൻ്റെ സാധുത, അതിൻ്റെ നിലനിൽപ്പ്, നിയമവ്യവസ്ഥകൾക്ക് മുമ്പിൽ അത് എത്രമാത്രം അതിൻ്റെ അംഗീകാരം ലഭിക്കും എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പുനഃപരിശോധന ആവശ്യമാണ്. അപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട്
ഇപ്രകാരമുള്ള പ്രസ്താവനകളെല്ലാം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറും എല്ലാം ചെയ്യുമ്പോൾ ഇത് എത്രമാത്രം അവമതിപ്പാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന് ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു സങ്കടം.